മാത്രമല്ല, ഇയാൾക്ക് എങ്ങനെയാ പാലക്കാട് മണ്ഡലത്തിൽ ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുക? രണ്ട് വനിതകളെ ഇത്രത്തോളം അതിക്രൂരമായി മോശപ്പെടുത്തിയ, ലൈംഗികമായി അതിക്രമം നടത്തിയ ഒരുത്തൻ എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുക? കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിലേക്ക് ഇയാളെ ക്ഷണിക്കുമോ? പെൺകുട്ടികളുള്ള കോൺഗ്രസ്സുകാരൻ ഇദ്ദേഹം വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരൻ എൻ്റെ വീട്ടിൽ വരേണ്ടതില്ല എന്നതായിരിക്കും എടുക്കുന്ന നിലപാട്. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇദ്ദേഹം വന്ന് സാധാരണഗതിയിൽ ഈ നാട്ടിലെ മനുഷ്യന്മാരെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം. നമ്മൾ സാധാരണ പറയുന്നത് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയേക്കാളും നല്ല കട്ടിയാണെന്നല്ല, ഇത് അപ്പുറം. അല്ലാത്തൊരുത്തിന് എങ്ങനെയാണ്? സാധാരണ നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ, നമുക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും, ഒരു വിഷമം കാര്യങ്ങളൊക്കെ വരും. ആ വിഷമത്തിൽ നമ്മൾ ചിലപ്പോൾ വല്ലാതെ നോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വലിഞ്ഞു എന്ന് വരും. അതിൽ വസ്തുതയുള്ള കാര്യമാണ്. നമുക്കെതിരെ ഒരു വല്ലാത്തൊരു ആരോപണം വന്നാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യ സഹജമായ വികാര വിചാരങ്ങളുള്ള ആളുകൾ ഒന്ന് പുറകിട്ട് വിളിക്കും. ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ നാട്ടിലെ ജനങ്ങളെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്, ഇവനെപ്പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ അതിശയമായിട്ട് തോന്നിയിട്ടുള്ളത്.